പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോസ്റ്റൽ മാനുവൽ വോളിയം 6 പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ പോയിന്റ് പറയുന്നത് നോ ഗ്രാറ്റുവിറ്റീസ് ടു ബി ടേക്കൺ ബൈ ഒഫീഷ്യൽ, അതായത് പാരിതോഷികങ്ങൾ ഒരു ഒഫീഷ്യൽ തൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടി സ്വീകരിക്കരുത് എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. ദ പോസ്റ്റ് മാസ്റ്റർ ഷുഡ് സീ ദാറ്റ് വെയർ ദിസ് ക്യാൻ ബി ഡൺ വിത്തൗട്ട് ഇൻ്റർഫിയറിംഗ് വിത്ത് ദ വർക്ക് ഓഫ് ദ ഓഫീസ്. അതായത് പോസ്റ്റ് മാസ്റ്റർ ശ്രദ്ധിക്കണം, ഈ ഓഫീസിലെ വർക്കുകളിൽ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ദ ഒഫീഷ്യൽ അസിസ്റ്റ് ഇലിറ്ററേറ്റ് പേഴ്സൺസ് ഇൻ ഫില്ലിങ് എ മണി ഓർഡർ ഫോംസ് എക്സെട്ര. അതായത് ഒഫീഷ്യലുകൾ, നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഒഫീഷ്യലുകൾ ഈ എഴുത്തും വായന അറിയാത്ത ആൾക്കാർക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ സഹായിക്കാൻ നോക്കാം, അവർക്കങ്ങനെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. പക്ഷേ പോസ്റ്റ് മാസ്റ്റർ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ഓഫീസിലെ വർക്കുകൾ തടസ്സപ്പെടരുത്. ആ ഒരു പോയിൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഹി മസ്റ്റ് സ്ട്രിക്ട്ലി എൻഫോഴ്സ് ദ റൂൾ പ്രൊഹിബിറ്റിംഗ് ദ അക്സെപ്റ്റൻസ് ഓഫ് എനി ഫീ ഓർ ഗ്രാറ്റുവിറ്റി ഫോർ ദ പെർഫോമൻസ് ഓഫ് സച്ച് സർവീസസ്. പിന്നെ ഇതും കൂടെ ശ്രദ്ധിക്കണം, അതായത് ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരുടെ നിന്ന് ഇതിന് കൂലി മേടിക്കുക, കൈക്കൂലി മേടിക്കുക, ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് എ പോസ്റ്റ് ഓഫീസ്. ഒരു പോസ്റ്റ് ഓഫീസിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ. എ പോസ്റ്റ് ഓഫീസ് ഈസ് ഡിവൈഡഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ ടു ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഈ വർക്കുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പല പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയൊക്കെ പല പല ഭാഗങ്ങൾക്കായിട്ട് വീതിച്ച് കൊടുത്തിട്ട് ഇതാണ് പറയുന്നത്. മെയിൽ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, സോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ഡെപ്പോസിറ്റ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, രജിസ്ട്രേഷൻ, പാഴ്സൽ, സബ് അക്കൗണ്ട്, മണി ഓർഡർ, സേവിങ്സ് ബാങ്ക്, ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേര് പറഞ്ഞെങ്കിലും ഇതൊക്കെ ഒരു സാധാ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ചെന്ന് കാണുന്ന പോസ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിൽ സെപ്പറേറ്റ് ഉണ്ടാവണമെന്നില്ല. വലിയ വലിയ ഓഫീസുകളിലൊക്കെ കുറേയൊക്കെ ഉണ്ടാവും ഇതുപോലൊക്കെ. ഇതിൽ മെയിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മെയിലിൻ്റെ വരവ് പോക്ക് ഇതൊക്കെ നോക്കുന്നതാണ് മെയിൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് മെയിൽ ക്ലർക്കാണ്. സോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വന്ന മെയിൽ തരംതിരിച്ച് പല പല സെക്ഷനിലോട്ട് കൊടുക്കുന്നത് സോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാമല്ല, ഡെലിവറി ആർട്ടിക്കിളുകളുടെ ഡെലിവറി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡെലിവറി ക്ലർക്കാണ് അതിൻ്റെ ഹെഡ്. ഡെപ്പോസിറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആൻഡ് ഡിപ്പോസിറ്റ് അതുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഡെപ്പോസിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ഹെഡ് ഡെപ്പോസിറ്റ് ക്ലർക്ക്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട്. പാഴ്സൽ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ. ഇതിൻ്റെ എല്ലാം രജിസ്ട്രേഷൻ ക്ലർക്ക്, പാഴ്സൽ ക്ലർക്കും ഉണ്ട് ഹെഡായിട്ട്. ഇതിൽ സബ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ HOയിലൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സബ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അണ്ടറിലുള്ള ഓഫീസുകളിലേക്കുള്ള അക്കൗണ്ട് ബാഗുകൾ സ്വീകരിക്കുക, അങ്ങോട്ടുള്ള അക്കൗണ്ട് ബാഗുകൾ കെട്ടുക, അതൊക്കെ കൈകാര്യം ചെയ്യുന്ന സബ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. സബ് അക്കൗണ്ട് ക്ലർക്കാണത് അതിൻ്റെ ഹെഡ്. ഈ സബ് അക്കൗണ്ട് ക്ലർക്ക് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ടത്. മണി ഓർഡർ ഡിപ്പാർട്ട്മെൻറ്റ്, മണി ഓർഡർ ക്ലർക്കാണ് എൻ്റെ ഹെഡ്. മണി ഓർഡർ സംബന്ധിച്ച ഒരു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. സേവിങ്സ് ബാങ്ക് ഡിപ്പാർട്ട്മെൻറ്റ്, SBI ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഹെഡ് ട്രഷററാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ ഈ സബ് അക്കൗണ്ട് ക്ലർക്ക്, ട്രഷറർ ഇതൊക്കെ വിശദമായിട്ട് ഇനി അടുത്ത പോസ്റ്റൽ മാനുവൽ വോളിയം 6 പാർട്ട് 3 വരുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട അതൊക്കെ കേൾക്കുമ്പോൾ. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഡ്യൂട്ടീസും ഒക്കെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇത് പാർട്ട് 1 ആദ്യം വരുന്നതുകൊണ്ടാണ് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അടുത്ത മെമ്മോറാണ്ടം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക്, MDW. ഇത് നമ്മൾ ചിലപ്പോഴൊക്കെ കേൾക്കാൻ സാധ്യതയുള്ളതാണ്. അതായത് ഒരു ഓഫീസിൽ തർക്കങ്ങൾ വരുമല്ലോ, ആ ജോലി എനിക്ക് ചെയ്യാൻ വയ്യ, ഈ ജോലി ഇനി ചെയ്യും എന്ന് പറഞ്ഞ് തർക്കം വരുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം നമ്മൾ പറയുന്നേക്കാം, MDW അനുസരിച്ച് ഇന്ന ആൾ ചെയ്യണം എന്നൊക്കെ പറയുന്നേക്കാം. ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇൻ ആൻ ഓഫീസ് വെയർ ദെയർ ആർ 1 or more ക്ലർക്സ്, അതായത് ഓഫീസിൽ ഒന്നോതിലധികമോ ക്ലർക്കുകളുള്ളപ്പം, പോസ്റ്റൽ അസിസ്റ്റൻസ് ഉള്ളപ്പം, ദ പോസ്റ്റ് മാസ്റ്റർ ഷുഡ് സബ്മിറ്റ് എ മെമ്മറാൻഡം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഇൻ ഫോം MS-11 ഫോർ അപ്രൂവൽ ഓഫ് ദ സൂപ്രണ്ട്. പോസ്റ്റ് മാസ്റ്റർ, ആ ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ ഈ MDW ഫോം നമ്പർ MS-11 അതിനകത്ത് അത് സബ്മിറ്റ് ചെയ്യണം. ആർക്കാ? സൂപ്രണ്ടിന് അപ്രൂവലിന്. അപ്പോൾ എന്ത് അപ്രൂവലാണ് മേടിക്കണ്ടേ? അതിനകത്ത് MDWക്കകത്ത് എന്തൊക്കെയാണ് വെച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ദിസ് മെമ്മറാൻഡം വിൽ കണ്ടെയ്ൻ ദ ഡെസിഗ്നേഷൻസ് ഓഫ് ദ ഓഫീഷ്യൽസ് എംപ്ലോയ്ഡ് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ഹിസ് ഓഫീസ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഓരോ ബ്രാഞ്ചിലും എംപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓഫീഷ്യൽസിൻ്റെ ഡെസിഗ്നേഷൻസ് ഉണ്ടാവും. പിന്നെ ദ അവേഴ്സ് ഓഫ് ദെയർ അറ്റൻഡൻസ്, അവർ വരേണ്ട സമയങ്ങൾ, വന്നു പോകേണ്ട സമയങ്ങൾ, അത് ഡ്യൂട്ടീസ് അസൈൻ ടു ദം, അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ്. അടുത്ത വേറെ കേസ് പറയാം, ഇൻ കേസ് ഓഫ് ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഓഫീസ്. ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഓഫീസൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
ദ പോസ്റ്റ് മാസ്റ്റർ ഹിംസെൽഫ് വിൽ അപ്രൂവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഓഫീസ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് ഗസറ്റഡ് ആണ്, അയാൾക്ക് അധികാരങ്ങളുണ്ട് അയാളുടെ പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അയാൾക്ക് ഈ സൂപ്രണ്ട് അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കേണ്ട, പുള്ളിക്ക് തന്നെ ആ കാര്യം തീരുമാനിക്കാം, MPWൻ്റെ കാര്യം. നോ ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ മെമ്മോറാൻഡം വിത്തൗട്ട് അപ്രൂവൽ ഓഫ് ദ സൂപ്രണ്ട് ഓർ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് മാസ്റ്റർ ആസ് ദ കേസ് മേ ബി. ഇത് സൂപ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഓഫീസിൻ്റെ കേസിൽ ആ പോസ്റ്റ് മാസ്റ്ററിൻ്റെ സമ്മതം ഇല്ലാതെ ഇതിൽ തിരുത്തലുകൾ വരുത്താൻ പറ്റത്തില്ല MDWനകത്ത് എന്ന് പറയുന്നത്. അടുത്ത പറയുന്ന ഈ MDW പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചുമ്മാ എഴുതി വിട്ടാൽ മതിയോ അല്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ മെമ്മോറാണ്ടം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. The PA who discharges the duties connected with the money order, savings bank or sub-account department should not be the treasurer of the office. അതായത് ഈ മണി ഓർഡറിൻ്റെ പിന്നെ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ സബ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ചുമതലയുള്ള PA ഒരിക്കലും ട്രഷററായിട്ട് എടുത്തരുതെന്ന് അർത്ഥം. പിന്നെ ദ വർക്ക് ഓഫ് ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് നോട്ട് ബി എൻട്രസ്റ്റഡ് ടു ദ ഡെപ്പോസിറ്റ് അസിസ്റ്റൻറ്റ്. അതായത് ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് ഒരിക്കലും ഡെപ്പോസിറ്റ് അസിസ്റ്റൻറ്റിന് കൊടുക്കരുത്. ദ വർക്ക് ഓഫ് സബ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് നോട്ട് ബി എൻട്രസ്റ്റഡ് ടു ദ മെയിൽ അസിസ്റ്റൻറ്റ്. സബ് അക്കൗണ്ട് മെയിൽ അസിസ്റ്റൻറ്റിന് കൊടുക്കരുത് സബ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തൊരു കാര്യം പറയുന്നത് 2 or more assistants can be employed in one department or the duties of the 2 or more departments can be assigned to the same assistant. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അതിലധികമോ അസിസ്റ്റൻറ്റുകളെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടാം, അല്ലെങ്കിൽ 2 അതിലധികമോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡ്യൂട്ടീസ് ഒരു അസിസ്റ്റൻറ്റിന് പോസ്റ്റൽ അസിസ്റ്റൻറ്റിന് കൊടുക്കാം എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞിരിക്കുകയാണ്. ഇൻ ആൻ ഓഫീസ് വിത്ത് 3 or more hands, 3 അതിലധികമോ ആളുകൾ അസിസ്റ്റൻറ്റുകളുള്ള ഓഫീസുകളിൽ the SP counter assistant and assistant in charge of sub-account department should not be allowed to hold charge for more than 3 years and 6 months respectively. അതായത് 3 അതിലധികമോ അസിസ്റ്റൻസുകളുള്ളൊരു ഓഫീസിൽ അതിൽ അവരുടെ കാലാവധി പറഞ്ഞിരിക്കുകയാണ്. ഈ SP കൗണ്ടർ അസിസ്റ്റൻറ്റിൻ്റെ പിന്നെ ഈ സബ് അക്കൗണ്ടിൻ്റെ ചാർജുള്ള അസിസ്റ്റൻ്റെയൊക്കെ കാലാവധി അവരെ അതിൽ ഈ ആദ്യം പറഞ്ഞ SP കൗണ്ടർ അസിസ്റ്റൻ്റൊക്കെ 3 വർഷത്തിലധികം ഇരുത്തത്തില്ല. പിന്നെ അസിസ്റ്റൻ്റ് ഇൻ ചാർജ് ഓഫ് സബ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ 6 മാസത്തിൽ കൂടുതൽ ഇരുത്തത്തില്ല അവിടെ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് 1, 2 പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഇന്ന ഡ്യൂട്ടി ചെയ്യുന്ന ആളെ എവിടെ ഇരുത്തത്തില്ല, അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയും മാറ്റും എന്നൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോഡ് പരിപാടികളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഈ പൈസ ഇടപാടുകളൊക്കെ വരുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് ഫ്രോഡ് കാണിക്കാൻ പറ്റും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നില്ലേ more than 3 years and 6 months റെസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ക്രമം അനുസരിച്ച് ഇപ്പം ആദ്യം പറഞ്ഞത് SP കൗണ്ടർ അസിസ്റ്റൻ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ 3 വർഷത്തിൽ കൂടുതൽ ഇരുത്തത്തില്ല. പിന്നെ അസിസ്റ്റൻ്റ് ഇൻ ചാർജ് ഓഫ് സബ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് 6 months. ഇൻ ഡബിൾ ഹാൻഡഡ് ഓഫീസസ് 2 പേരുള്ള ഓഫീസസുകളിൽ അസിസ്റ്റൻറ്റ് ഹൂ വിൽ വർക്ക് as SB കൗണ്ടർ PA ആയിട്ട് വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻറ്റിനെ ഷുഡ് ബി ട്രാൻസ്ഫർ ചെയ്യണം എവരി 3 years, ഓരോ 3 വർഷത്തിലും. ആൻഡ് ഇൻ സിംഗിൾ ഹാൻഡഡ് ഓഫീസസ്, അതായത് ഒറ്റ ആളുള്ള ഓഫീസിൽ SPM ഷുഡ് ഇൻവേരിയബിളി ട്രാൻസ്ഫേർഡ്, SPMനെ ട്രാൻസ്ഫർ ചെയ്യണം എവരി 3 years, ഓരോ 3. All officials in an office dealing with money transactions should not be kept in the same post for a long time, but their duties should be ചേഞ്ച് പീരിയോഡിക്കലി. അതായത് ക്യാഷിൻ്റെ ഡീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുകളെ അവരുടെ ഡ്യൂട്ടീസ് പീരിയോഡിക്കലായിട്ട് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തൊരു പോയിന്റ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് മസ്റ്റ് ബി സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻ ബൈ ദ പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ സബ് പോസ്റ്റ് മാസ്റ്റർ. അതായത് ഈ MDW എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ സബ് പോസ്റ്റ് മാസ്റ്റർ. പിന്നെ പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നെങ്കിൽ ലീവ് എടുത്ത് അങ്ങനെയുള്ള കേസിലൊക്കെ ഈ MDW അനുസരിച്ച് ഉള്ള കുറച്ച് ടെമ്പററി അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാം. ഒരു ഇന്ന പോസ്റ്റിലോട്ട് ഒരാൾ ചെയ്യേണ്ടത്, അയാളൊന്ന് ലീവായി, അയാൾക്ക് എന്തെങ്കിലും അസുഖമായി, അപ്പം വേറെ ആളെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ ആ അറേഞ്ച്മെൻറ്റ് ബീങ് നോട്ടഡ് ഇൻ ദ പോസ്റ്റ് മാസ്റ്റേഴ്സ് ഓർഡർ ബുക്ക്, പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഓർഡർ ബുക്കിൽ അത് മാർക്ക് ചെയ്യണമെന്ന് പറയുന്നു. നോമിനൽ റോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇസ് എ റെക്കോർഡ് ഓഫ് PAs ആക്ച്വലി അറ്റ് വർക്ക് ഇൻ എ പോസ്റ്റ് ഓഫീസ് ഓൺ എനി ഗിവൻ ഡേ. ഓരോ പോസ്റ്റ് ഓഫീസിൽ ഓരോ ദിവസം ഓരോ ബ്രാഞ്ചിലൊക്കെ ഏത് PA വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെക്കോർഡാണ്. എൻ്റെ ഫോം നമ്പർ MS-12 ഷുഡ് ബി റിട്ടൺ. അത് പോസ്റ്റ് മാസ്റ്ററാണ് അത് എഴുതുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്ന ദിവസം ഇന്ന ബ്രാഞ്ചിൽ ഇന്ന ആൾ. ഇതാണ് നോമിനൽ റോളിൻ്റെ ധർമ്മം. നോമിനൽ റോൾ ഓൺ സിമിലർ ലൈൻസ് മേ ബി മെയിൻറ്റെയിൻ ഫോർ പോസ്റ്റ്മാൻ ആൻഡ് വില്ലേജ് പോസ്റ്റ്മാൻ ഇൻ ഓഫീസ് വെയർ ദെയർ സ്ട്രെങ്ത് ഈസ് മോർ ദാൻ 25.
ഇത് പി എയുടെ കേസിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത് നോമിനൽ റോള് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം. ഇത് പോസ്റ്റ്മാൻ്റെ കേസിലും ഉണ്ട്. എപ്പോഴാണ് അവരെ അംഗസംഖ്യ ഈ 25 കൂടുമ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്കും പോസ്റ്റ്മാൻ്റെ കേസിലും ഇങ്ങനൊരു നോമിനൽ റോള് വെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ നോമിനൽ റോള് പോസ്റ്റ്മാൻ്റെ കേസിൽ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരെ അംഗസംഖ്യ അത്ര കൂടുമ്പോഴാണ്. മനസ്സിലായില്ലേ? അറ്റൻഡൻസ് രജിസ്റ്റർ അറ്റൻഡൻസ് രജിസ്റ്റർ ഇൻ ദ ഫോം നമ്പർ നോക്കി നോക്കി S37 വിൽ ബി മെയിൻറ്റെയിൻഡ് ഇൻ എവരി പോസ്റ്റ് ഓഫീസ് ഹാവിങ് മോർ ദാൻ 1 ക്ലർക്ക്. ഒന്നിൽ കൂടുതൽ ക്ലർക്കുള്ള എല്ലാ ഓഫീസുകളിലും അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. ഇൻ ലാർജ് ഓഫീസസ് സെപ്പറേറ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ മേ ബി മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് ബ്രാഞ്ച്. വലിയ ഓഫീസുകളിലൊക്കെ ഓരോ ബ്രാഞ്ചിനും സെപ്പറേറ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. ആൻഡ് ഫോർ പോസ്റ്റ്മാനൊക്കെ ഉണ്ടാവും. എ ഫ്യൂ മിനിറ്റ്സ് ആഫ്റ്റർ ദ അവർ ഫിക്സ്ഡ് ഫോർ ദ ഓപ്പണിംഗ് ഓഫ് ദ ബ്രാഞ്ച് ഓഫ് ദ ഓഫീസ്. അതായത് ഈ ഫിക്സ്ഡ് സമയം ഉണ്ടല്ലോ ഓരോ ബ്രാഞ്ച് ഓപ്പൺ ആവണ്ട അല്ലെങ്കിൽ ഓഫീസ് ഓപ്പൺ ആവണ്ട. ആ ഒരു സമയത്തിന് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഈ രജിസ്റ്റർ പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഓഫീസർ ഇൻചാർജ് ഓഫ് ദ ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൻ്റെ ഇൻചാർജുള്ള ഓഫീസർ വന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇനിഷ്യൽ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വില്ലേജ് സോർട്ടിംഗ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വില്ലേജ് പോസ്റ്റ്മാർക്ക് പോകേണ്ട വീട്ടിലെ വില്ലേജിൻ്റെ ഒരു ലിസ്റ്റാണത്. ആക്ച്വലി അത് IP പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു പോസ്റ്റ് ഓഫീസിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളി അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തിയററ്റിക്കൽ പറയുമ്പോഴത്തേക്കും വില്ലേജ് സോർട്ടിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോം നമ്പർ M52 ആണ്. വിൽ ബി പ്രിപ്പയർഡ് ആൻഡ് സപ്ലൈ ടു ഈച്ച് ഓഫീസ് ബൈ IP അറ്റ് പോസ്റ്റ് ഓഫീസസ് ടു വിച്ച് വില്ലേജ് പോസ്റ്റ്മാൻ ആർ അറ്റാച്ച്ഡ്. വില്ലേജ് പോസ്റ്റ്മാൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓഫീസിലൊക്കെ അയച്ചു കൊടുക്കുന്ന ഒന്നാണ്. ഇറ്റ് ഷോസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ദ ലിസ്റ്റ് ഓഫ് വില്ലേജസ് ഇൻ ദ ബീറ്റ് ഓഫ് ഈച്ച് വില്ലേജ് പോസ്റ്റ്മാൻ ഓഫ് ദ ഓഫീസ്. ഓരോ വില്ലേജ് പോസ്റ്റ്മാൻമാർക്കും പോകേണ്ട ബീറ്റിലെ വില്ലേജുകളുടെ ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ള ലിസ്റ്റാണത്. ദ ലിസ്റ്റ് ഷുഡ് ബി ഹങ് അപ്പ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് നിയർ ദ സബ് അക്കൗണ്ട് അസിസ്റ്റൻസ് ടേബിൾ. സബ് അക്കൗണ്ട് അസിസ്റ്റൻറ്റിൻ്റെ ടേബിളിനടുത്ത് പോസ്റ്റ് ഓഫീസിൽ ഈ ലിസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇയർലി വില്ലേജ് റിട്ടേൺ എന്ന് പറയുമ്പോഴത്തേക്ക് റിട്ടേൺ ഷുഡ് ബി കെപ്റ്റ് ബൈ ദ സബ് അക്കൗണ്ട് ക്ലർക്ക് ഇൻ ഫോം MS88 സബ് അക്കൗണ്ട് ക്ലർക്ക് ഡ്യൂറിങ് ദ ഫസ്റ്റ് 14 days ഓഫ് ദ മന്ത് ഓഫ് മാർച്ച് ഈച്ച്. ഓരോ വർഷവും മാർച്ചിലെ ഫസ്റ്റ് 14 ദിവസം, അതായത് ഫസ്റ്റ് ടു 14th ബോത്ത് ഡേയ്സ് ഇൻക്ലൂഡ്, 1ഉം 14 ഉൾപ്പെടെ, 1ാമത്തെയും 14ാമത്തെ ദിവസം ഉൾപ്പെടെ. ഷോയിങ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് ആൾ സോർട്സ് ഇൻക്ലൂഡിംഗ് മണി ഓർഡർ റിസീവ്ഡ് ഡെയിലി ഫോർ ഡെലിവറി ഇൻ ഈച്ച് വില്ലേജ് വിത്തിൻ ദ ഡെലിവറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഓഫീസ്. അതായത് ഓഫീസിൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ള വില്ലേജിലേക്ക് ഡെലിവറിക്കായിട്ട് ദിവസം വരുന്ന എല്ലാ തരത്തിലുള്ള ആർട്ടിക്കിളുകളും മണി ഓർഡർ ഉൾപ്പെടെ അത് ഈ ഓരോ വർഷവും മാർച്ചിലെ ഫസ്റ്റ് ടു 14 ഡേയിൽ ഉള്ള ലിസ്റ്റാണിത്. റിട്ടേൺ ഇയർലി വില്ലേജ് റിട്ടേൺ എന്ന് പറയുന്നത് അത് സബ് അക്കൗണ്ട് ക്ലർക്ക് തയ്യാറാക്കുമെന്ന് പറയുന്നത്. ഫോം നമ്പർ MS88. പിന്നെ ഇതെല്ലാം തയ്യാറാക്കിയിട്ട് as soon as the compilation is over it should be totaled, signed by the postmaster and forward to IP. അതെല്ലാം ടോട്ടൽ ചെയ്ത് പോസ്റ്റ് മാസ്റ്റർ സൈൻ ചെയ്തിട്ട് അത് IP-ക്ക് അയച്ചു കൊടുക്കും. സബ് ഡിവിഷണൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ IP. ഇൻഫർമേഷൻ നോട്ട് ബി മെയ്ഡ് പബ്ലിക്. അതായത് നോ ഔട്ട്സൈഡർ ഷുഡ് ബി പെർമിറ്റഡ് ടു എക്സാമിൻ ദ റെക്കോർഡ്സ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഓർ എനി ആർട്ടിക്കിൾ നോട്ട് അഡ്രസ് ടു ഹിം ഈവൻ ദോ ദ ആർട്ടിക്കിൾ മേ ഹാവ് ബീൻ പോസ്റ്റഡ് ബൈ ഹിം. അതായത് പുറത്തുള്ള ഒരാൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ റെക്കോർഡ്സുകളൊന്നും പരിശോധിക്കാനുള്ള അനുവാദം കൊടുക്കത്തില്ല. പിന്നെ ഇനി ഏതെങ്കിലും ആർട്ടിക്കിൾ അത് ഒരാൾ വന്ന് തിരക്കുക, അയാളുടെ അഡ്രസ്സിലല്ല അത് വന്നത്, അയാളുടെ പേരിലല്ല വന്നത്, അങ്ങനെയുള്ളൊരു ആർട്ടിക്കിൾ അയാൾക്ക് നോക്കാനുള്ളത്, എക്സാമിൻ ചെയ്യാനുള്ള, ചോദിക്കാനുള്ള അധികാരമില്ല. ഇനി അയാൾ അയച്ചാണെങ്കിൽ പോലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഫർമേഷൻ റെസ്പെക്റ്റഡ് എനി ആർട്ടിക്കിൾ പാസിംഗ് ത്രൂ ദ പോസ്റ്റ് ഓർ എനി ട്രാൻസാക്ഷൻ കണക്റ്റഡ് വിത്ത് എനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഓഫീസ്. ഈ നമ്മുടെ ഇന്ത്യ പോസ്റ്റ് വഴി പോകുന്ന ഏതെങ്കിലും ആർട്ടിക്കിളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൻ്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ഏതെങ്കിലും ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇതൊന്നും ഷുഡ് നോട്ട് ബി ഗിവൺ ടു എനി വൺ നോട്ട് ബിലോങ്ങിങ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊന്നും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് കൈമാറില്ല. എനി ഇൻഫർമേഷൻ റിസീവ്ഡ് ബൈ ദ ഓഫീസേഴ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യലി ഓർ ഇൻ ഡിസ്ചാർജ് ഓഫ് ദർ ഡ്യൂട്ടീസ് ഷുഡ് നോട്ട് ബി മെയ്ഡ് പബ്ലിക്. ഏതെങ്കിലും ഒഫീഷ്യലായിട്ട് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, പിന്നെ എന്തെങ്കിലും ആരെങ്കിലും ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്നും പബ്ലിക് ആക്കില്ല. ദെബോ റെസ്ട്രിക്ഷൻസ് ആർ ഹവർ നോട്ട് ആപ്ലിക്കബിൾ വെൻ ദ ഇൻഫർമേഷൻ സോട്ട് ബൈ എ കോമ്പറ്റൻറ്റ് കോർട്ട് ഓഫ് ലോ. അതായത് മേൽപ്പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഇല്ലാതാവും. എപ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കും? എപ്പോഴാണ് അത് ചോദിക്കുന്നത്? ഒരു കോടതിയാണെങ്കിൽ, കോർട്ട് ഓഫ് ലോ ആണെങ്കിൽ മജിസ്ട്രേറ്റ്, പിന്നെ കമ്മീഷണർ ഓഫ് പോലീസ് ചോദിക്കുന്നു, പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിക്കുന്നു ഈ ഡീറ്റെയിൽസ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കൊടുക്കാമെന്ന് പറയുന്നു.
അത് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് അപ്പോൾ ബാധകമാകത്തില്ല. ചേഞ്ച് ഫോർ കറൻസി നോട്ട്സ്, അത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ചേഞ്ച് കൊടുക്കേണ്ട കാര്യമില്ല. അക്കോർഡിംഗ് ടു ദ റൂൾസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഗൈഡ് ദ പബ്ലിക് കനോട്ട് ഡിമാൻഡ് ചേഞ്ച് ഫോർ കറൻസി നോട്ട്സ് ടെൻഡേർഡ് അറ്റ് പോസ്റ്റ് ഓഫീസ്. അതായത് പബ്ലിക്കിന് ചേഞ്ച് കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല എന്നുള്ള കാര്യമാണ് അത് പറഞ്ഞിരിക്കുന്നത്. കസ്റ്റഡി ഓഫ് സ്റ്റാമ്പ്സ്, സീൽസ്, ടൈപ്സ് ആൻഡ് കീസ്, ഡേറ്റ് സ്റ്റാമ്പുകളുടെ, സീലുകളുടെ, ടൈപ്പുകളുടെ, കീകളുടെയൊക്കെ കസ്റ്റഡി. അതിലാദ്യം പറയുന്നത് സ്റ്റാമ്പുകൾ ആൻഡ് സീലുകൾ. ദേ മസ്റ്റ് ഓൾവേസ് ബി ലോക്ക്ഡ് അപ്പ് വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗമില്ലാത്തപ്പോഴൊക്കെ ഈ പറഞ്ഞ സ്റ്റാമ്പുകൾ, സീലുകളൊക്കെ ലോക്ക് ചെയ്ത് വെക്കണമെന്ന് പറയുന്നു. എവറി ഡേ ബിഫോർ ദ ക്ലോസ് ഓഫ് ദ ഓഫീസ് പൂട്ടിപ്പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും. പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ PMO SPMO മസ്റ്റ് കളക്ട് ആൾ ദ സ്റ്റാമ്പ്സ് ആൻഡ് സീൽ. എല്ലാ സ്റ്റാമ്പുകളും സീലുകളും കളക്ട് ചെയ്യണം. എക്സെപ്റ്റ് സച്ചസ് ആർ റിക്വയർഡ് ഫോർ യൂസ് അറ്റ് നൈറ്റ് ആൻഡ് ലോക്ക് ദം അപ്പ്. അതെല്ലാം കളക്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കണം. ഇനി എന്തെങ്കിലും നൈറ്റ് വർക്കിംഗ് ഉള്ള ഓഫീസാണെങ്കിൽ അതിനുള്ളത് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ ലോക്ക് ചെയ്ത് വെക്കണം. വെൻ സോർട്ടിംഗ് ഈസ് ഡൺ അറ്റ് നൈറ്റ് ദ സ്റ്റാമ്പ് ആൻഡ് സീൽസ് റിക്വയർഡ് ഷുഡ് ബി എൻട്രസ്റ്റ് ടു ദ സീനിയർ അസിസ്റ്റൻസ് ഓൺ ഡ്യൂട്ടി. പറഞ്ഞല്ലോ, നൈറ്റ് വർക്കിംഗ് ഉള്ള നൈറ്റ് എക്സ്റ്റൻഷനിലുള്ള ഓഫീസുകളിലൊക്കെ സോർട്ടിങ് പരിപാടി ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്റ്റാമ്പുകളും സീലുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സീനിയർ അസിസ്റ്റൻസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. എൻട്രസ്റ്റഡ് ടു ദ സീനിയർ അസിസ്റ്റൻസ് ഓഫ് ഡ്യൂട്ടി. ഇൻ ദ കേസ് ഓഫ് ഓഫീസസ് വിത്ത് വൺ ഓർ മോർ അസിസ്റ്റൻസ്, ഒന്നോ അതിലധികമോ അസിസ്റ്റൻസ് ഉള്ള ഓഫീസുകളിൽ എല്ലാ സ്റ്റാമ്പുകളും ആൻഡ് സീലുകളും എക്സെപ്റ്റ് ദോസ് റിക്വയർഡ് ഫോർ, അതായത് നൈറ്റ് വർക്കിങ്ങിന് ഉള്ള ഒഴിച്ച് ബാക്കിയെല്ലാം ഷുഡ് ബി പ്ലേസ് ഇൻ ദ ഓഫീസ് സേഫിൽ വെക്കണം. ഇൻ ദ ജോയിൻറ്റ് കസ്റ്റഡി ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് ദ അസിസ്റ്റൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ ജോയിൻറ്റ് കസ്റ്റഡി ഓഫ് ക്യാഷ്. അത് ജോയിൻറ്റ് കസ്റ്റഡിയിലാണ് ആ ഓഫീസ് സേഫിൽ വെക്കുന്നത്. ഏതാ? ഈ സ്റ്റാമ്പുകളും സീലുകളും. ജോയിൻറ്റ് കസ്റ്റഡി എന്ന് പറയുമ്പോൾ 2 പേര് അതിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. ഒരു കീ മറ്റൊരാൾ, മനസ്സിലായില്ലേ? അപ്പം പോസ്റ്റ് മാസ്റ്റർ ഒന്ന് വയ്ക്കും. ആൻഡ് അസിസ്റ്റൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ജോയിൻറ്റ് കസ്റ്റഡി ഓഫ് ക്യാഷ്. ഈ ക്യാഷിൻ്റെ കസ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട ഒരു അസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ആ ഒരു അസിസ്റ്റൻറ്റും ഒരെണ്ണം ഹോൾഡ് ചെയ്യും, പോസ്റ്റ് മാസ്റ്റർ മറ്റേത് ഹോൾഡ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. ബിഫോർ ദ ഓഫീസ് ഈസ് ക്ലോസ് ഫോർ ദ ഡേ. അതായത് ഒന്നോ അതിലധികമോ അസിസ്റ്റൻസ് ഉള്ള ഓഫീസുകളിൽ ഈ സ്റ്റാമ്പുകൾ സീലൊക്കെ ഒരു ഓഫീസ് സേഫിൽ വെച്ചിട്ട് അത് ജോയിൻറ്റ് കസ്റ്റഡിയിലായിരിക്കും. ഒന്ന് പോസ്റ്റ് മാസ്റ്റർ, ഒന്ന് ഈ ക്യാഷിൻ്റെ ഒക്കെ ജോയിൻറ്റ് കസ്റ്റഡിയുള്ള അസിസ്റ്റൻറ്റ്. അസിസ്റ്റൻറ്റ് ഇൻ ചാർജ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ ദ സേഫ് കസ്റ്റഡി ഓഫ് അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും അസിസ്റ്റൻസ് ഇൻ ചാർജാണ് അവർക്ക് കൊടുത്തിട്ടുള്ള സ്റ്റാമ്പുകളുടെ സീലുകളുടെ ഉത്തരവാദിത്തം ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സിൽ. ആൻഡ് വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ. എന്തെങ്കിലും ഇംപ്രോപ്പർ യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരാണ് അതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത്. ദ റൗണ്ട് ആൻഡ് ഒബ്ലോങ് എമ്മോ സ്റ്റാമ്പ്, PM's unpaid stamp, the insurance seal and the date and other movable types of all the stamps and seals in the office must always remain in the possession of the postmaster. അതായത് പോസ്റ്റ് മാസ്റ്ററുടെ പൊസഷൻ ഇരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. റൗണ്ട് എമ്മോ സ്റ്റാമ്പ്, ഒബ്ലോങ് സ്റ്റാമ്പ്, പിന്നെ PM's അൺപെയ്ഡ് സ്റ്റാമ്പ്, ഇൻഷുറൻസ് സീല്, ഡേറ്റ് ആൻഡ് അതർ മൂവബിൾ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ഡേറ്റിന് വെക്കുന്ന ചുട്ടി പോലെ, ഡേറ്റ്, വർഷം, തീയതി, ഇതിനൊക്കെ ചുട്ടി ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ ടൈപ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഫ് ആൾ ദ സ്റ്റാമ്പ്സ് ആൻഡ് സീൽസ് അതെല്ലാം പോസ്റ്റ് മാസ്റ്റർ കസ്റ്റഡിയിലാണ് വെക്കേണ്ടത്. കസ്റ്റഡി ഓഫ് കീസ് ഇൻ ഓഫീസസ് വെയർ നോ അസിസ്റ്റൻറ്റ് ഈസ് എംപ്ലോയിഡ് ആൾ ദ കീസ്. അതായത് അസിസ്റ്റൻസ് ഇല്ലാത്ത ഓഫീസുകളിൽ PM എല്ലാ കീ കൊണ്ടുപോകണം. സിമ്പിൾ അല്ലേ? ഇൻ ഓഫീസസ് വെയർ ദെയർ ഈസ് ഓൺലി വൺ അസിസ്റ്റൻറ്റ് എംപ്ലോയിഡ് ഇൻ അഡീഷൻ ടു ദ പോസ്റ്റ് മാസ്റ്റർ. ഇനി പോസ്റ്റ് മാസ്റ്റർ കൂടാതെ ഒരു പോസ്റ്റൽ അസിസ്റ്റൻ്റ് കൂടെ ഉള്ള ഓഫീസുകളിൽ ആൾ ദ ഓഫീസ് കീസ് എക്സെപ്റ്റ് ദോസ് ഓഫ് ദ ക്യാഷ് സേഫിൻ്റെ ഒഴികെയുള്ള ബാക്കി എല്ലാ കീകളിലും വിൽ ബി പ്ലേസ്ഡ് ഇൻ ദ സേഫ്. ഒരു സേഫിൽ വയ്ക്കും. ഇൻ ദ പ്രസൻസ് ഓഫ് പോസ്റ്റ് മാസ്റ്റർ ആൻഡ് അസിസ്റ്റൻ്റെയും പോസ്റ്റ് മാസ്റ്ററുടെയും സാന്നിധ്യത്തിൽ. പിന്നെ വൺ കീ ഓഫ് ദ ഓഫീസ് സേഫ് വിൽ ഇൻവേരിയബിളി റിമെയിൻ ദ പേഴ്സണൽ കസ്റ്റഡി ഓഫ് പോസ്റ്റ്. ഒരു കീ പോസ്റ്റ് മാസ്റ്റർ ആയിരിക്കും, അതർ കീ അസിസ്റ്റൻ്റ് ആയിരിക്കും. For offices in which it is necessary for the postmaster to open or close any branch of the office in absence of the assistant. അസിസ്റ്റൻറ്റിൻ്റെ ആബ്സെൻസിൽ പോസ്റ്റ് മാസ്റ്റർക്ക് മറ്റുള്ള ബ്രാഞ്ചുകൾ, സാധാരണ തൻ്റെ അധീനതയിലല്ലാത്ത അസിസ്റ്റൻറ്റിൻ്റെ അധീനതയിലുള്ള ബ്രാഞ്ചുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യേണ്ടി വരുന്നത് പോസ്റ്റ് മാസ്റ്റർക്കായിരിക്കും. ദ സൂപ്രണ്ട് മേ പ്രിസ്ക്രൈബ് ദാറ്റ് ദ പോസ്റ്റ് മാസ്റ്റർ വിൽ കീപ് ഡ്യൂറിങ് ദ അസിസ്റ്റൻസ് ആബ്സെൻറ്റ് ആൾ ദ. അതായത് സൂപ്രണ്ട് പ്രിസ്ക്രൈബ് ചെയ്യും. അതായത് ഇങ്ങനെ അസിസ്റ്റൻറ്റ് ആബ്സെൻ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാ കീകളൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് പോസ്റ്റ് മാസ്റ്റർ. The postmaster will in such cases will be responsible for the articles in deposit
to which he can have access in the assistant's absence. അതായത് അസിസ്റ്റൻ്റ് ആബ്സെൻസിൽ ഈ ഡെപ്പോസിറ്റിലിരിക്കുന്ന, അതായത് പോസ്റ്റ് മാസ്റ്റർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്റിലിരിക്കുന്ന ആർട്ടിക്കിളെല്ലാം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിലായിരിക്കും എന്നർത്ഥം. ഇൻ ഓഫീസസ് വിച്ച് റിസീവ്സ് ഓർ ഡിസ്പാച്ചസ് മെയിൽസ് ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രിയിൽ മെയിൽ അയക്കുകയും പേടിക്കുകയൊക്കെ ചെയ്യുന്ന ഓഫീസുകളാണെങ്കിൽ ദ കീ ഓഫ് ദ മെയിൽ ബോക്സ് ഷുഡ് ബി കെപ്റ്റ് ബൈ ദ മെയിൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ മെയിൽ ബോക്സിൻ്റെ കീ എന്ന് പറയുന്നത് ആര് കെപ്റ്റ് ചെയ്യണം? മെയിൽ അസിസ്റ്റൻറ്റ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്, നൈറ്റിലുള്ളത്. ഇൻ ഓഫീസസ് വെയർ മോർ ദാൻ വൺ അസിസ്റ്റൻറ്റ് എംപ്ലോയിഡ്, ഈച്ച് അസിസ്റ്റൻറ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ കീസ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒന്നിലധികം അസിസ്റ്റൻസിലുള്ള ഓഫീസുകളിൽ ഓരോ അസിസ്റ്റൻറ്റിനും അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവർക്ക് ചുമതല കൊടുത്തിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഹീ ഷുഡ് കീപ് ദം ഇൻ ഹിസ് പേഴ്സണൽ കസ്റ്റഡി. അയാളുടെ പേഴ്സണൽ കസ്റ്റഡിയിൽ വെക്കണം ഈ കീകൾ. വൺ കീ ഓഫ് സേഫ് വിൽ ആൾവേസ് റിമെയിൻ ഇൻ ദ പേഴ്സണൽ കസ്റ്റഡി ഓഫ് ദ PM ആൻഡ് ദ അതർ കീ വിത്ത് ദ അസിസ്റ്റൻറ്റ് സെലക്ട് ഫോർ ദ പർപ്പസ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു കീ പോസ്റ്റ് മാസ്റ്റർ കയ്യിൽ എപ്പോഴും ഇരിക്കും, മറ്റേത് ആ അസിസ്റ്റൻ്റ് കയ്യിൽ ആ ഒരു പർപ്പസുമായിട്ട്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അസിസ്റ്റൻ്റെ കയ്യിലിരിക്കും. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. വെൻ ദ രജിസ്ട്രേഷൻ ആൻഡ് പാഴ്സൽ ബോക്സസ് ഹാവ് ഡബിൾ ലോക്സ്, രജിസ്ട്രേഷൻ്റെ പാഴ്സലിൻ്റെ ഒക്കെ ബോക്സസിന് 2 ഡബിൾ ലോക്സ് ഉണ്ടെങ്കിൽ ദ കീ ഓഫ് വൺ ലോക്ക്, ഒരു ലോക്കിൻ്റെ കീ എന്ന് പറയുന്നത് ആരുടെ കയ്യിലിരിക്കും? റിമെയിൻ ആഫ്റ്റർ ദ ഓഫീസർ വിത്ത് ദ പേഴ്സണൽ കസ്റ്റഡി ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് ദ അതർ വിത്ത് ദ അസിസ്റ്റൻറ്റ് ഇൻ ചാർജ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അത് അടുത്തത് ആ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റെ കയ്യിൽ. വെനവർ ദ ചാർജ് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഓഫീഷ്യൽ ടു അനദർ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് ഒരാൾ വേറെ ആൾക്ക് കൈമാറുകയാണെങ്കിൽ ദ എല്ലാ സ്റ്റാമ്പുകൾ, സീലുകൾ, ടൈപ്പുകൾ, കീസ് എല്ലാം ട്രാൻസ്ഫർ ടു ദ റിലീവിങ് ഓഫീസർ അണ്ടർ റെസിപ്റ്റ്. ഒപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ എല്ലാം കൈമാറും, ഒപ്പിട്ട് മേടിച്ചിട്ട്. റിലീവ്ഡ് ഒഫീഷ്യൽസ് റെസിപ്റ്റ് ബുക്കിൽ എഗെയിൻസ്റ്റ് ആൻ എൻട്രി ഷോയിങ്, എല്ലാ പർട്ടിക്കുലേഴ്സും സൂചിപ്പിച്ചിട്ടുള്ള എൻട്രി ഉണ്ടാവും, അതിൻ്റെ എൻട്രിക്ക് നേരെ. അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.